വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരു വാരസ്യാർ കുടുംബം താമസിച്ചിരുന്നു. ഒരു അമ്മയും മകളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ മഞ്ജുള എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ എല്ലാ ദിവസവും ഒരു പുഷ്പമെങ്കിലും ഭഗവാന് കൊടുക്കാനായി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി വളർന്നു. എല്ലാ ദിവസവും ഭഗവാന് മാല കെട്ടി കൊടുക്കുന്ന ഒരു പതിവുണ്ടായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ആ പെൺകുട്ടി വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് അമ്പലനടയിൽ എത്തിയപ്പോഴേക്കും നട അടച്ചിരുന്നു. താൻ കൊണ്ടുവന്ന മാല ഭഗവാന് സമർപ്പിക്കാനാവാതെ അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി എനിക്ക് എന്തെങ്കിലും അഹങ്കാരമാണോ, അതോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ കൃഷ്ണ, അതുകൊണ്ടാണോ എനിക്കിത് ചാർത്താൻ കഴിയാതിരുന്നതെന്ന് കരുതി ഭയങ്കരമായി സങ്കടപ്പെട്ടു. അപ്പൊ ചുറ്റും നിന്നവരെല്ലാം മഞ്ജുളയെ കളിയാക്കുമായിരുന്നു. അവര് പരിഹസിച്ചു. പിന്നെ നിന്റെ മാല ഗുരുവായൂരപ്പൻ നോക്കിയിരിക്കല്ലേ, അദ്ദേഹം ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്, നിന്നെ പോലൊരു പെൺകുട്ടി മാല കൊണ്ട് കൊടുത്താൽ ഭഗവാൻ കാണുവാണോ എന്നൊക്കെ പറഞ്ഞ് അല്ലാണ്ട് പരിഹസിച്ചു. അപ്പോൾ ഭഗവാൻ അയച്ചതുപോലെ പൂന്താനം തിരുമേനി മഞ്ജുളയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് കുട്ടി വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മഞ്ജുള നടന്ന കാര്യമെല്ലാം പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്, എനിക്കിത് ഭഗവാന് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ പൂന്താനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, അവിടെ ഒരു ആൽമരം കാണുന്നില്ലേ, അതിന്റെ ആൽമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഈ മാല സമർപ്പിച്ചോളൂ, ഭഗവാൻ സ്വീകരിച്ചോളൂ. കാരണം നീ അത്രയും സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ, ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട്, നീ ധൈര്യമായി അവിടെ കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മഞ്ജുള ആ മാലയുമായി ആൽമരച്ചോട്ടിൽ ചെന്ന് ആൽമരച്ചോട്ടിൽ മാല സമർപ്പിച്ചിട്ട് മഞ്ജുള വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ നിർമാല്യ സമയത്ത് തിരുമേനി ഭഗവാന്റെ ഓരോരോ മാലകൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഒരു മാല മാത്രം കഴുത്തിൽ നിന്നും ഊരാൻ പറ്റുന്നില്ല. തിരുമേനി കുറെ തവണ ശ്രമിച്ചു, മാല മാറ്റാൻ നോക്കി, നടക്കുന്നില്ല. ഇത് കണ്ടോണ്ടിരുന്ന പൂന്താനത്തിന് കാര്യം മനസ്സിലായി. പൂന്താനൻ തിരുമേനിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരും എന്ന് പറഞ്ഞു. കണ്ടു നിന്ന കുറെ ഭക്തജനങ്ങളും ഒപ്പം പോയി. അങ്ങനെ പോയി ചെന്നപ്പോൾ ആൽമരച്ചോട്ടില് മഞ്ജുള സമർപ്പിച്ച മാല അവിടെ ഉണ്ട്. അപ്പോൾ പൂന്താനം ആ മാല എടുത്ത് മാറ്റി തിരിച്ച് ശ്രീകോവിൽ വന്ന് ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ നിന്നും ആ മാല അപ്രത്യക്ഷമായി. അതായത് മഞ്ജുള കഴിഞ്ഞ ദിവസം ആൽമരച്ചോട്ടിൽ സമർപ്പിച്ച അതേ മാലയാണ് ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്നത്. അത് ആൽമരച്ചോട്ടിൽ നിന്ന് മാറ്റിയപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറി. അപ്പോൾ കണ്ടു നിന്നവരെല്ലാം ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയി. പരിഹസിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഓടിച്ചെന്ന് മഞ്ജുളയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിന്നെ പരിഹസിച്ചു, അത് വളരെ തെറ്റായി പോയി. ഭഗവാൻ നിന്റെ മാല ഭഗവാൻ നേരിട്ട് ഒരു തിരുമേനിയുടെ കയ്യിൽ പോലും അല്ല കൊടുത്തത്, ഭഗവാൻ തന്നെ അത് നേരിട്ട് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അണിയുകയുണ്ടായത്. അത്രയ്ക്കും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് നീ, ഞങ്ങൾക്ക് പോലും ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. എല്ലാരും മഞ്ജുളയെ നമിച്ചു. അങ്ങനെ അന്ന് മുതലാണത്രേ ഈ ആലിന് മഞ്ജുള എന്ന പേരുണ്ടായത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിലല്ല, നമ്മുടെ ആത്മസമർപ്പണം. അതായത് നമ്മൾ അത്രത്തോളം സ്നേഹത്തോടെ ഭക്തിയോടും കൂടി ഭഗവാൻ എന്ത് തന്നെ സമർപ്പിച്ചാലും കൃഷ്ണൻ അതൊരിക്കലും കാണാതിരിക്കില്ല. അദ്ദേഹം അത് എല്ലാ രീതിയിലും നമ്മളെ അംഗീകരിക്കുകയും നമ്മളുടെ സ്നേഹം മനസ്സിലാക്കുകയും നമുക്കൊപ്പം നിൽക്കുകയും ചെയ്യും. സർവം കൃഷ്ണാർപ്പണം.